ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ 64 മെഗാ പിക്സൽ ക്യാമറ ഫോണാണ് ടെക്നോ ക്യാമോൺ 16. ഈ ഡിവൈസിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? ടെക്നോയുടെ ഒരു ഡിവൈസ് ആയതുകൊണ്ട് അല്പം മീഡിയോക്രെ പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവൻ ആൾ പുലിയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ്യു. വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുറപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഈ ഗെയിമിംഗ് റിവ്യൂ ഞങ്ങൾ തുടങ്ങിയ സമയം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 21% ബാറ്ററി എപ്പോഴും ബാലൻസ് ഉണ്ടായിരുന്നു. ഈ ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഡിവൈസ് റെഗുലർ യൂസിലായിരുന്നു, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെയൊക്കെ തന്നെ. അതുകൊണ്ട് ഡിവൈസ് ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. അത് കൂടുതലൊന്നും അല്ല കേട്ടോ. ഓവറോൾ ഡിവൈസിൻ്റെ എല്ലാ ഏരിയാസിലും, പ്രത്യേകിച്ച് ചിപ്പിരിക്കുന്ന ക്യാമറയുടെ ആ ഭാഗത്ത് വരെയും 28-29 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സോ അത് വളരെ നോർമലായിട്ടുള്ള ഒരു ഫിഗറാണ്. ഇനി ഗെയിമിങ്ങിന് ശേഷം എങ്ങനെ ഇത് ചേഞ്ച് ഉണ്ടാവും എന്ന് നോക്കാം. വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതിന് മുന്നേ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഗെയിമിംഗ് റിവ്യൂ കാണുന്നതെങ്കിൽ ഒരു കാര്യം വ്യക്തമാക്കാം. ബാക്കി ചാനലുകൾ ചെയ്യുന്ന പോലെ വെറുതെ ഗെയിമിംഗ് പെർഫോമൻസ് ആയിട്ട് വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു BGM കയറ്റി അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയും. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് ഞങ്ങൾ പരമാവധി ചുരുക്കിയാണ് വെച്ചിരിക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ കാണിക്കും. അതുപോലെ തന്നെ അതിനൊരു എക്സ്പ്ലനേഷനും ഉണ്ടാവും. വെറുതെ നിങ്ങൾ BGM കേട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. സ്ക്രീനിൽ വരുന്ന വിഷ്വൽസിൽ നിന്ന് ഈ ഡിവൈസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒരു നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളിലോട്ട് വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡിവൈസിൽ റൺ ചെയ്യുന്ന ചിപ്പാണ്. mediatek Helio G70 എന്ന 12 നാനോമീറ്റർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിർമ്മിച്ച ചിപ്പാണ് ഈ ഡിവൈസിന് ലഭിക്കുന്നത്. ഇതൊരു ഒക്ടോകോർ ചിപ്സെറ്റാണ്. 2 കോറുകൾ 2 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി 6 കോറുകൾ 1.7 GHz. ഈ ചിപ്പിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന GPU മാലി G52 MC2 എന്ന ഒരു GPU ആണ്. 2 കോറുകളുള്ള GPU ആണിത്. ഇതേ GPU തന്നെ നിങ്ങൾക്ക് ഹീലിയോ G80, G85 എന്നീ 2 ചിപ്പുകളിലും കാണാൻ കഴിയും. ബേസിക്കലി ഈ G70 തന്നെയാണ് G80യും G85യും. ജസ്റ്റ് ഈ GPU ക്ലോക്ക് സ്പീഡ് വ്യത്യാസമാണ്. ഇപ്പോൾ ഈ ഡിവൈസിൽ GPU ക്ലോക്ക് സ്പീഡ് അല്പം കുറവായിരിക്കും. അത് G80 വരുമ്പോഴേക്കും 950 MHz വരും. അതുപോലെ തന്നെ G85 വരുമ്പോഴേക്കും 1000 MHz, അത് 1 GHz വരും. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബേസിക്കലി ഏറ്റവും ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഈ G70 തന്നെയാണ് G80യും 85യും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മീഡിയടെക്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കിയാൽ മതി. അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒത്തിരി വീഡിയോസിൽ ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷോർട്ടാക്കി ബ്രീഫാക്കി പറഞ്ഞെന്ന് മാത്രം. ഇനി ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന സെക്ഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ G70 ചിപ്പിന് എത്രമാത്രം ഗ്രാഫിക്സ് പുഷ് ചെയ്യാൻ പറ്റും? നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഡിവൈസ് എടുത്ത് കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആകുമോ? ഒരിക്കലുമില്ല. ഡിവൈസ് ഡിഫോൾട്ടായിട്ട് തന്നെ സ്മൂത്ത് ഹൈയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അത് അൾട്ര വരെ നമുക്ക് സപ്പോർട്ടുണ്ട്. ഇനി HD ഹൈയും ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യും. പറഞ്ഞു വന്ന ഇത്രയാണ്. ഈ ഡിവൈസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ G70 ഉള്ള മറ്റ് ഡിവൈസുകൾ ഉപയോഗിക്കുകയാണെങ്കിലോ PUBG എന്ന ഗെയിം കളിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം realme C3യിൽ എനിക്ക് ലഭിച്ച പെർഫോമൻസ് ആണ്. realme C3യിലും ഇതേ G70 തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. ഇതേ മുകളിൽ അതിനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. realme C3യേക്കാളും ഈ ഡിവൈസ് അല്പം കൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, G70 ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അതുപോലെ തന്നെ PUBG ഡെവലപ്പേഴ്സ് G70 ചിപ്പിന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ മാലി G52 എന്ന് പറയുന്ന GPUവിന് വേണ്ടിയും ഗെയിം അല്പം കൂടെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ടെക്നോയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇൻ സ്പെസിഫിക് ഈ ഡിവൈസിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഒരു മേജർ ഇഷ്യൂവും കുറച്ച് മൈനർ ഇഷ്യൂസ് ഉണ്ട്. മേജർ ഇഷ്യൂ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഡിവൈസിൻ്റെ 720p പാനലാണ് ലഭിക്കുന്നത്. ഈ പാനലിൻ്റെ ക്വാളിറ്റി എക്സലൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ വെരി ലോ എന്നും പറയുന്നില്ല. വെരി ഗുഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം കളേഴ്സ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടോട്ടലി ഒരു ഫെയ്ഡഡ് ലുക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പക്ഷേ 720p കാറ്റഗറി ആയിപ്പോയി. ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ഈ ഡിവൈസിന് ലഭിക്കുകയായിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റിൽ തന്നെ ഒത്തിരി ഡിവൈസുകൾക്ക് ഇതൊരു കോമ്പറ്റീഷൻ ആകുമായിരുന്നു. ഇനി മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന ആ സമയത്തെ നെറ്റ്വർക്ക് പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ജിയോ ആയിട്ടാണ് കണക്ട് ചെയ്ത് ഗെയിം കളിച്ചത്. ജിയോയിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ, ചില സമയത്ത് പിങ് വല്ലാണ്ട് കൂടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മൈനർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയാണ്. എക്സലൻറ്റ് ക്വാളിറ്റി ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഫുൾ വോളിയം ഇട്ട് കഴിഞ്ഞാൽ പോലും
നിങ്ങൾക്ക് അത്ര നല്ലൊരു പെർഫോമൻസ്, അത്ര നല്ലൊരു എൻഹാൻസ്ഡ് ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ ത്രൂ ഇയർഫോൺ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. മിക്കപ്പോഴും PUBG കളിക്കുന്നത് ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ, അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ആക്കേണ്ടതില്ല ഇത്. ഇനി ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണ്. 4GB 64GB വേരിയൻ്റാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 4GB ഡിവൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഗ്രാഫിക്സ് റെൻഡർ ആവാനായിട്ട് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സിൽ നമ്മൾ പോകുമ്പോൾ മാത്രം, ഇപ്പം ഡിവൈസിൽ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇപ്പോൾ കാർ ഓടിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് റെൻഡർ ചെയ്യാനായിട്ട്, ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ആ ട്രീസിൻ്റെ ലീവ്സൊക്കെ വരാൻ കുറച്ച് ഒരു ഡിലേ ഉണ്ടായിരുന്നു. അത് വലിയൊരു ഇഷ്യൂ അല്ല, എങ്കിലും പറയേണ്ട കാര്യങ്ങളൊക്കെ ചിലതൊക്കെ എടുത്തെടുത്ത് പിക്ക് ചെയ്ത് പറയുന്നു മാത്രം. ഓവറോൾ പെർഫോമൻസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സ്ക്വാഡ് വന്നു കഴിഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഓടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാഫിക്സ് ക്വാളിറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, കാരണം ഹീറ്റിംഗ് എവിടെയെങ്കിലും വരുന്നുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, ഞങ്ങൾ ഉപയോഗിച്ച എല്ലാ ഗ്രാഫിക്സ് സെറ്റിങ്സിലും ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ഷാഡോസും അതുപോലെ തന്നെ ടെക്സ്ചറൊക്കെ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളും ഈ ഡിവൈസിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്പേഴ്സിനോ മാത്രമല്ല, ആ ചിപ്പിന് ഒത്തിരിയേറെ ക്രെഡിറ്റ് ഈ കാര്യത്തിൽ കൊടുക്കാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ബഡ്ജറ്റിൽ നല്ല ഗെയിമിംഗ് നിങ്ങൾക്ക് ടെക്നോ Camon 16 എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നന്നായിട്ട് റിഫ്ലക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ലൈറ്റ്സ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാഫിക് ക്വാളിറ്റി അടിപൊളിയാണ്. പക്ഷേ HD ഹൈ ഉപയോഗിക്കണമെന്ന് മാത്രം. എങ്ങനെയാണ് ഈ ഡിവൈസ് മറ്റു ഡിവൈസുകൾക്ക് ഒരു കോമ്പറ്റീഷൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഫീച്ചർ പാക്ഡ് ആണ്. ഇപ്പോൾ ഗെയിമിംഗ് മാത്രമല്ല സ്മൂത്ത് പെർഫോമൻസ്. ഈ ഡിവൈസിൻ്റെ ക്യാമറ റിവ്യൂ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതൽ പറയാം. പക്ഷേ ക്യാമറ അടിപൊളിയാണ്, നല്ല ബിൽഡുണ്ട്, ഡിസൈനൊക്കെ സൂപ്പറാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുമ്പോൾ ഈ G70 ഉപയോഗിച്ചിരിക്കുന്ന മാലി G52 MC2 എന്ന GPU തന്നെയാണ് G80 85 ഇച്ചിരി ഹയർ ക്ലോക്ക്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ 3 ചിപ്പുകളും സെയിം ആണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് വരുന്ന മറ്റ് ഡിവൈസുകൾക്ക്, എക്സൽ ചെയ്ത് നിൽക്കുന്ന ഡിവൈസുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഇതേ G സീരീസിലെ ഈ G70 ഫാമിലി വരുന്ന ചിപ്പുകൾ തന്നെയാണ്. എന്നാൽ പോക്കോ M2 എന്ന സ്മാർട്ട് ഫോൺ ഈ ഡിവൈസിന് വലിയൊരു കോമ്പറ്റീഷനാണ്. കാരണം 6GB റാമും G80 പ്രോസസ്സറും അതിൽ വരുന്നുണ്ട്. ടെക്നോ Camon 16 ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഗെയിം കളിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഡിവൈസ് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ റിയൽമിയും ഷവോമിയും ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം പോയി ഈ ഡിവൈസ് എടുക്കുക. ഫുൾ റിവ്യൂവിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി ഹീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെയും ശരിക്കും ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാക്സിമം കണ്ടതൊരു 34-35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും വളരെ ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഒരു 30-31 നിർത്തി. ബാറ്ററി ഡ്രെയിൻ ഒരു ഓക്കേഷ് ലെവലിലായിരുന്നു, കാരണം 45 മിനിറ്റ്സ് ഗെയിം പ്ലേയിൽ ഏകദേശം 10% ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. അത് വലിയൊരു നമ്പറൊന്നുമല്ല, പക്ഷേ 720p പാനലും അതുപോലെ തന്നെ നമ്മൾ കളിച്ച ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി പെർഫോമൻസ് പ്രതീക്ഷിച്ചു. എൻ്റെ കാരണം ഇതിനൊരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ ഒബ്സർവേഷൻസ്. ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയും, മറ്റുള്ളവർക്കും അത് പ്രയോജനം ചെയ്യും. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.